ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി മാരുതി ഈക്കോ കേട്ടോ. അപ്പോൾ കസ്റ്റമർ കംപ്ലയിൻറ്റ് എ സിക്ക് തണുപ്പില്ല. എ സി ഇട്ട് കഴിഞ്ഞാൽ കാറ്റ് വരുന്നതിനും സ്പീഡ് കുറവാണ്. പിന്നെ ഒരു സൗണ്ട്, ഭയങ്കര സൗണ്ടും. ബ്ലോവർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട്, ഊന്നൊരു സൗണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തും ഗേജ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കംപ്രസും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്, ഗ്യാസൊക്കെ ഉണ്ട്. പക്ഷേ ആ തണുപ്പ് വരുന്നില്ല, തണുപ്പും വരുന്നില്ല. ഭയങ്കരമായിട്ട് സൗണ്ടും ഒരു എയറിൻ്റെ ഫ്ലോയും കുറവാണ് കേട്ടോ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഉറപ്പിച്ചു, ഫിൽറ്റർ ഇല്ലാത്ത ടൈപ്പാണല്ലോ, എ സി ഫിൽറ്റർ ഇല്ലാത്ത ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പൊടി കയറി അടഞ്ഞിട്ടുണ്ടാകും. കൂളിംഗ് ഓയിൽ പൊടി കയറി അടഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ ബ്ലോവർ ഇട്ട് കഴിഞ്ഞാൽ ഊന്നൊരു സൗണ്ട്. തണുപ്പ് ഓൾറെഡി തണുപ്പുണ്ട്, അത് തണുപ്പ് നമുക്ക് കിട്ടില്ല. കംപ്രസ് വർക്ക് ചെയ്യാൻ പൈപ്പിൽ വെച്ച് നോക്കുമ്പോൾ തണുപ്പുണ്ട്. ഇതാണ് അതിൻ്റെ കൂളിംഗ് ഓയിൽ അയച്ചു വെച്ചില്ല കേട്ടോ. കൂളിംഗ് ഓയിൽ ഫുൾ അടവാണ് കേട്ടോ, അതുകൊണ്ടാണ് ആ തണുപ്പ് കിട്ടാത്തത്. നമ്മൾ കൂളിംഗ് ഓയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആയതുകൊണ്ടാണ് തണുപ്പ് കിട്ടാത്തതും ആ ബ്ലോവറിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈക്കോൻ്റെ കൂളിംഗ് ഓയിൽ അയക്കുന്ന വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ഇത് ഞാൻ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. കൂളിംഗ് ഓയിൽ ഫുള്ളായിട്ട് ബ്ലോക്കാണ്. ഇനി ഇത് അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അഴിച്ചെടുക്കണമെങ്കിൽ ഇതാ ഇവിടെ ക്ലിപ്പ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, നേരെ അപ്പുറത്ത് സ്ക്രൂ ഉണ്ടായിരിക്കും. അതേപോലെ കുറച്ച് 4 ക്ലിപ്പുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ക്ലിപ്പുകൾ അഴിച്ചിട്ട് നമുക്ക് 2 പീസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ സ്ക്രൂ അയച്ചുകൊണ്ടിരിക്കണം. ഫസ്റ്റ് സ്ക്രൂ അയച്ചുകൊണ്ടിരിക്കണം. ആകെ 2 സ്ക്രൂ ആണ്, ബാക്കി ക്ലിപ്പും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്ക്രൂ നമ്മൾ അയച്ചിട്ടുണ്ട്. നേരെ അപ്പുറത്ത് ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, ആ സ്ക്രൂ കൂടി അഴിച്ചെടുക്കുക. അതിന് ശേഷം ക്ലിപ്പുകൾ ഓരോന്നോരോന്നായിട്ട് തോണ്ടിട്ടെടുക്കണം. അപ്പോൾ ആ സ്ക്രൂ അയച്ചു. ഇനി അടുത്ത ക്ലിപ്പുകൾ ഓരോന്ന് തോണ്ടിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു കണക്ടർ വെച്ചിട്ട് ജസ്റ്റ് തിക്കിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിപ്പുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നേരെ പതിയെ മുകളിലേക്ക് പൊക്കിയെടുക്കുക. അത് രണ്ട് പീസായിട്ടാണ് പോരും കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മൾ കൂളിംഗ് കോയിൽ ഇരിക്കുന്നത് കേട്ടോ, ഈ വാർബേറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്പോഞ്ച് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നേരെ പൊക്കിയെടുക്കുക. അതിൻ്റെ തെർമസ്റ്റർ ഉണ്ടായിരിക്കും കേട്ടോ, തെർമസ്റ്റർ അഴിച്ച് മാറ്റണം. അപ്പം കൂളിംഗ് കോയിൽ പൊക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ തെർമസ്റ്റർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കുക. ഈ കാണാണ് എൻ്റെ എ സിൻ്റെ തെർമസ്റ്റർ. അപ്പോൾ ഇതുണ്ടോ കൂളിംഗ് ഓയിലിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ കൂളിംഗ് ഓയിൽ നമുക്ക് ഈ പൊടി മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയാം കേട്ടോ. അതേപോലെ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞാൽ പൊടി ഫുള്ളായിട്ടൊന്ന് പോവും. അതിന് ശേഷം വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യും കേട്ടോ. പ്രഷറിൽ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തെടുക്കും. ബ്രഷ് കൊണ്ട് പതിയെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊടി ഫുള്ളായിട്ടൊന്ന് പോയി കിട്ടും. പിന്നെ വെള്ളമടിക്കാൻ കുറച്ച് വെള്ളം അടിച്ചാൽ മതി. പ്രഷറിന് ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് എടുത്താൽ മതി. അപ്പോൾ ബ്രഷ് കൊണ്ട് ഫുള്ളായിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രഷ് കൊണ്ട് കളഞ്ഞിട്ടില്ലാണ്. ഇനി നേരെ കൊണ്ടുപോയിട്ട് വെള്ളമടിച്ച് ക്ലീൻ ചെയ്യണം. ഇതാണ് വെള്ളമടിച്ച് ക്ലീൻ ചെയ്ത അവസ്ഥ കേട്ടോ. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ ഇടുക. നമ്മൾ ലാസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് നെക്സ്റ്റ് ഒന്ന് കാണാം കേട്ടോ.